ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കാറ്റർപില്ലർ. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ അറിയാലോ എന്താണ് കാറ്റർപില്ലർ എന്ന്. അപ്പോൾ നമുക്ക് ഇന്നൊരു പേപ്പറുണ്ട് ഒരു കാറ്റർപില്ലറിനെ ഉണ്ടാക്കിയാലോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കാറ്റർപില്ലർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ? എനിക്കൊരു സിസർ എടുത്തിട്ടുണ്ട്, ഒരു ഗം എടുത്തിട്ടുണ്ട്, 2 ടിഷ്യൂവിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്രീൻ കളർ പേപ്പറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിന്ന് നമ്മൾ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തൊരു പൈപ്പ് രൂപത്തിലാക്കിയെടുക്കാം. ഇതായി കാണുന്ന പോലെ. ശേഷം നമ്മൾ ബാലൻസ് വന്ന ആ ഗ്രീൻ കളർ പേപ്പറിൻ്റെ അറ്റത്തുനിന്ന് അങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിന്നായിട്ടുള്ള സ്റ്റിക്ക് പോലെ കിട്ടും. ഇങ്ങനെ സ്റ്റിക്ക് പോലെ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ആ പൈപ്പിൻ്റെ അതിൽ കൂടെ മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, അതായത് അതിനേക്കാൾ തിന്നായിരിക്കണം. അപ്പോൾ അതാ ഞാൻ പേപ്പർ സ്റ്റിക്കാക്കി എടുത്തിട്ടുണ്ട്. അറ്റം രണ്ടും കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള പൈപ്പ് കൂടെ മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാറ്റി വെക്കുക. ദെൻ വേറൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് നമ്മൾ രണ്ടായി മടക്കി വെച്ചതിന് ശേഷം ഇതിൽ നമ്മൾ ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ലീഫിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മുടെ കാണുന്നില്ല, ഒരു നെർവ് പോലെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതായി കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലീഫിൽ നമ്മൾ ലൈൻസ് ഇടുന്നതിന് പകരം ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇതൊക്കെ കണ്ടില്ലേ, ലീഫിൽ ഒരു ലൈൻസൊക്കെ വന്ന പോലെ. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. ഞാനിതാ 2 ടിഷ്യൂ പേപ്പർ അത്യാവശ്യം ഒന്ന് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് സ്ക്വയർ ഷേപ്പിലുള്ളതാണ്, അഥവാ ലെങ്ത് ഉള്ളതാണെങ്കിൽ ഒറ്റ ടിഷ്യൂ എടുത്താൽ മതി. ശേഷം ഇങ്ങനെ ഒന്ന് ഒരു പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്തതിന് ശേഷം ഈ ഗമ്മിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, കാരണം ഈ റോൾ ചെയ്തത് ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ ഈ 2 റോൾ ചെയ്തിട്ടുള്ളതിൻ്റെ 2 അറ്റത്തു നിന്നും സെൻറ്ററിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതൊരു സ്പ്രിങ് രൂപത്തിൽ നമ്മുടെ വേംസിൻ്റെ ഒക്കെ ഒരു സ്കിന്ന് രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതാ ഈ കാണുന്ന ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ അതിൻ്റെ മുകളിലൊരു ഡിസൈനൊക്കെ ഒന്ന് കൊടുക്കാം. നമുക്കൊരു കാറ്റർപില്ലറിൻ്റെ ഒരു ഷേപ്പാണെന്ന് കാണുമ്പോൾ തോന്നണമല്ലോ, അതിനിതാ ഞാൻ ഗ്രീൻ കളർ എടുത്ത് ലൈൻ കൊടുത്തിട്ടുണ്ട്. ശേഷം ബ്ലാക്ക് കളറുകൊണ്ട് ഒരു ഡോട്ടൊക്കെ ഫ്രണ്ടിൽ കണ്ണും മൂക്കും എന്നുള്ള ഒരു രീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ദെൻ ഗ്രീനിൻ്റെ അറ്റത്തായിട്ട് 2 യെല്ലോ കളർ കൊണ്ട് ലൈന് കൊടുത്തു, ചുറ്റും ഓരോ ബ്ലാക്ക് ഡോട്ട് കൊടുത്തു. ഇത് അവസാനം ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ഷോർട്ട് പൈപ്പ് നമ്മുടെ ലീഫിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ലെങ്ത് ആയിട്ടുള്ള പൈപ്പ് ഇതായി കാണുന്ന പോലെ കടത്തി വിട്ടതിന് ശേഷം നമ്മളെ കാറ്റർപില്ലറിനെ ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതായി കാണുന്ന പോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആവാനൊന്ന് ഹോൾഡ് ചെയ്യണം.
അല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഇത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. തൈ കാണുന്ന പോലെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് സ്റ്റിക്ക് ആവുന്ന വരെ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കാറ്റർപില്ലർ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടമാവും, മൂവ് ചെയ്യുന്ന കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലെ കുഞ്ഞുമക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ.